പുരുഷ ബീജങ്ങൾക്കുണ്ടാവുന്ന അംഗവൈകല്യങ്ങൾ കോമൺ ആയിട്ടുള്ള ഒരു വന്ധ്യതയുടെ കാരണമാണ്. പുരുഷ ബീജത്തിന് ഹെഡ്, നെക്ക് അല്ലെങ്കിൽ ബോഡി, ടെയില് ഇങ്ങനെ 3 പാർട്ടാണുള്ളത്. ഈ 3 പാർട്ടും കൃത്യമായിട്ടുള്ള രൂപത്തിൽ കൃത്യമായിട്ടുള്ള മോർഫോളജിയിൽ അല്ലെങ്കിൽ ബീജങ്ങൾക്ക് കൃത്യമായിട്ട് സഞ്ചരിച്ച് അണ്ടത്തിന്റെ അടുത്ത് എത്തുവാനും ഗർഭധാരണം നടക്കുവാനും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടത്തുവാനും സാധിക്കുകയില്ല. ഇങ്ങനെ ബീജങ്ങൾക്കുണ്ടാവുന്ന മോർഫോളജിയിലെ വ്യതിയാനങ്ങൾക്ക് പറയുന്ന പേരാണ് ടെററ്റോസൂസ്പെർമിയ എന്ന് പറയുന്നത്. മൊത്തം ബീജങ്ങളിൽ 4% കൃത്യമായിട്ടുള്ള മോർഫോളജി ഉള്ള ബീജങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഗർഭധാരണം നടക്കാം. ഈ അവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ സിഗരറ്റ് സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ടോട്ടൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വൃഷ്ണങ്ങളുടെ ഊഷ്മാവ് ഉയർന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പുരുഷന്മാരിൽ, അതുപോലെ ഉയർന്ന താപനിലയിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരിൽ, പോഷകാഹാരത്തിന്റെ കുറവുകൾ കൊണ്ട്, വൈറ്റമിൻ സി, ഇ എന്നിവയുടെ കുറവുകൾ കൊണ്ട്, സിങ്ക്, സെലിനിയം പോലെയുള്ള എലമെന്റ്സിന്റെ കുറവുകൾ കൊണ്ടൊക്കെ, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ജനിതകപരമായിട്ടുള്ള DNA ഫ്രാഗ്മെന്റേഷൻ ഒക്കെ നടന്നാലും ഇതുപോലെ ടെററ്റോസൂസ്പെർമിയ ഉണ്ടാവും. ഇത് മാറ്റിയെടുക്കാൻ പുരുഷന്മാർ പ്രത്യേകം ചെയ്യേണ്ട കാര്യം, സിഗരറ്റ് സ്മോക്കിംഗും ആൽക്കഹോളിസം ഉള്ള പുരുഷന്മാരാണെങ്കിൽ അവ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കൂടുതൽ സമയം ഉയർന്ന താപനിലയിലുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിൽ അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന സമയങ്ങളിൽ കൂടുതൽ ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുക. അതോടൊപ്പം തന്നെ ലൂസ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സും വസ്ത്രങ്ങൾ ശീലമാക്കുക. കൂട്ടത്തിൽ നന്നായിട്ട് ഫ്രൂട്ട്സ് പോലെയുള്ള വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നെല്ലിക്ക, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ ബീജങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ട്രീറ്റ്മെന്റിന്റെ കൂടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കുവാനും സാധിക്കും.